بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء كلما ذكرك الذاكرون وغفل عن ذكرك الغافلون أحبك المحبون وأبغضك المبغضون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون
സ്വദഖല്ലാഹു മൗലാനൽ അദീം വസ്വദഖ വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ألف الأقارب في الزمان قد انقلب عينا فصار الأقربون أقاربا وعلموا أمة سيدنا ومولانا محمد സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിത വരേണ്യർ, അതുപോലെ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വേദി ശ്രവിക്കാനെത്തിയിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ നല്ല ഒരു സംരംഭത്തിന് എന്തുകൊണ്ടും അല്ലാഹു പൊരുത്തപ്പെടുമോ എന്ന് രണ്ടു വട്ടം ആലോചിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിലുള്ള ഒരു പരിശുദ്ധ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നീണ്ട 10 ദിവസം നാം ചർച്ച ചെയ്യുന്നത് ബന്ധങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആമുഖ ഭാഷണം നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട 10 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സദസ്സ് അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു വേദിയാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വന്നുപോകുന്ന അപാകതകൾ, അറ്റുപോകുന്ന കണ്ണികൾ വിളക്കി ചേർക്കാനുള്ള ഒരു സുവർണാവസരം ഈ സദസ്സുകൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ വിഷയത്തിലേക്ക് കടക്കാം. ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പ്രസക്തിയെക്കുറിച്ചാണ് പ്രഥമമായി നാം ചർച്ച ചെയ്യേണ്ടത്. പ്രസംഗം ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇസ്ലാമും ബന്ധങ്ങളും, ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്ര എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ടാണ് നമ്മൾ വിഷയത്തിന്റെ ആ ത്രില്ലിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നാളെ തൊട്ടേ നമുക്ക് കടക്കാൻ കഴിയൂ. നാളെയും മറ്റന്നാളും ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം മെച്ചപ്പെടുത്തേണ്ട മാതാപിതാക്കളുമായുള്ള ബന്ധം. തൊട്ടു 2 ദിവസം ദാമ്പത്യ ബന്ധം, തൊട്ടടുത്ത ദിവസങ്ങളിൽ സന്താന പരിപാലനത്തെക്കുറിച്ചും, ഒരു ദിവസം അയൽക്കാരോടുള്ള ബന്ധത്തെക്കുറിച്ചും, 2 ദിവസം കൂട്ടുബന്ധത്തെക്കുറിച്ചും, ഇങ്ങനെ 5 ബന്ധങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെന്ന നിലക്ക്, സാമൂഹ്യ ജീവിയായ മനുഷ്യനെന്ന നിലക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബന്ധം.
മറ്റു ജീവികൾക്കില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ മരിക്കുന്നത് വരെ അവന്റെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നത്. എന്താണ് അതിന്റെ കാരണം? മനുഷ്യൻ വളരെ 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 ദുർബലനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ദുർബലനായിട്ടാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയെങ്കിൽ, മനുഷ്യേതര ജന്തുക്കളിൽ നിന്ന് മനുഷ്യനല്ലാത്ത മറ്റു ജീവികൾ, മൃഗങ്ങൾ, അവയിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ദൗർബല്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വളരെ ദുർബലനാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കാൻ മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല. അവൻ ടെക്സ്റ്റൈൽസിലും അതുപോലെ അരിക്കടയിലും പലചരക്ക് കടയിലുമൊക്കെ അവൻ കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ അത്ര പ്രസക്തമല്ലാതെയായി പോയത് മറ്റു മൃഗങ്ങളുടെ വിഷയത്തിൽ, മറ്റു ജീവികളുടെ കാര്യത്തിൽ. എങ്കിൽ ഇവിടെ എന്റെ കൂട്ടുകാർ ചിന്തിക്കേണ്ടത്, അല്ലാഹു തആല നമുക്ക് സ്വന്തം നിലനിൽപ്പില്ല എന്ന കാരണം കൊണ്ട് തന്നെ ടെക്സ്റ്റൈൽസുകാരന് ജ്വല്ലറിക്കാരനും, ജ്വല്ലറിക്കാരൻ ടെക്സ്റ്റൈൽസുകാരനോടും, മാംസ കച്ചവടക്കാരൻ അങ്ങേപുറത്തുള്ള മത്സ്യ കച്ചവടക്കാരനോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയില്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ചെയ്താലല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ ഈ ദൗർബല്യം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച ഒരു മാർഗമുണ്ട്. അതേതാണ്? നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയൊരു മാർഗം. അത് നമ്മുടെ ദൗർബല്യമുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും ദുർബലരല്ല. മറ്റു വസ്തുക്കളെക്കാൾ നമുക്ക് അല്ലാഹു ആദരവ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതേ അല്ലാഹു തന്നെ പറയുന്നു മനുഷ്യൻ വളരെ ദുർബലനാണോ. ആ ദൗർബല്യം തീർക്കാനാണ് അല്ലാഹു നമുക്ക് നാക്കു തന്നത്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആവശ്യമുള്ളത് തന്റെ സുഹൃത്തിനോട് പറയാൻ സംസാരശേഷി അല്ലാഹു തന്നു. മനുഷ്യന് ഭയാൻ, വിവരണശേഷി പഠിപ്പിച്ചത് അല്ലാഹു ആണ് എന്ന് അല്ലാഹു തആല തന്റെ വിശുദ്ധ ഖുർആനിൽ അവകാശപ്പെടുകയുണ്ടായി. അല്ലമഹുൽ ബയാൻ. മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണത്. മറ്റു ജീവികൾക്ക് ഏറെക്കുറെ ഇതിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബന്ധങ്ങളുടെ കണ്ണികൾ ഒരിക്കലും മറ്റുപോകാൻ പാടില്ല. ഈ ബന്ധങ്ങൾ നാം ഇവിടെ സംസാരിക്കുന്നത് ഒരു വിശാലമായ ബന്ധത്തെക്കുറിച്ചാണ്. 3 തരം ബന്ധങ്ങളാണ് ബന്ധങ്ങളുടെ കൂട്ടത്തിലുള്ളത്. 1 കുടുംബ ബന്ധം, 2 അയൽപക്ക ബന്ധം, 3 കൂട്ടുബന്ധം. ഇങ്ങനെ 3 ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കുടുംബക്കാർ, അയൽക്കാർ, കൂട്ടുകാർ. ഇതിൽ ആദ്യം പറഞ്ഞ 3 ബന്ധങ്ങളിൽ പ്രഥമമായി നമ്മൾ പറഞ്ഞ ബന്ധങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് കുടുംബ ബന്ധം. ഇൻഷാ അല്ലാഹ് അത് വിശാലമായി നമ്മൾ ചർച്ച ചെയ്യും. മാത്രമല്ല 10 ദിവസം ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും. എങ്കിൽ 2 ബന്ധങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മുടെ സ്റ്റേജുകളിൽ പ്രഭാഷണങ്ങൾ വരാറില്ല. അയൽപക്ക ബന്ധം തീരെ നമ്മൾ പരാമർശിക്കപ്പെടാതെ പോവുകയാണ്. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഇതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്താലും അയൽക്കാരോടുള്ള ബാധ്യതയെക്കുറിച്ച് പലപ്പോഴും പറയാറില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസിയെ കുറിച്ച് സംസാരിച്ചിട്ട് സഹാബാ കിറാം പറഞ്ഞു, അവന് അനന്തരമടക്കം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ധരിച്ചുപോയി. റസൂലുള്ളാഹിയുടെ വിഷയാവതരണം കേട്ടിട്ട് ഞങ്ങളുടെ സ്വത്തിൽ അവൻ അനന്തരമുണ്ടാകുമോ എന്ന് പോലും ചിന്തിച്ചുപോയി. ഇൻഷാ അല്ലാഹ് പൊള്ളുന്ന ഹദീസുകൾ, നമ്മുടെയൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തട്ടുന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമോ എന്ന് നോക്കാം. ഈ ദിവസങ്ങളിൽ ഇതിവിടെ പരാമർശിക്കുമ്പോൾ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ പറയുമ്പോഴും അതുപോലെ ദാമ്പത്യബന്ധം പറയുമ്പോഴും സന്താന പരിപാലനം പറയുമ്പോഴും കൂട്ടുബന്ധം പറയുമ്പോഴും അയൽപക്ക ബന്ധം പറയുമ്പോഴും ഒക്കെ കുറെ ആളുകൾക്ക് ഈ വിഷയം തലക്കു പിടിച്ചേക്കാം. എന്നോട് ക്ഷമിക്കണം. നമ്മൾ ആദ്യം തീരുമാനിച്ചൊരു വിഷയമാണ്. ഈ ഇരിക്കുന്ന പലരിലും എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാവരുടെയും രോഗമായിരിക്കും
അപ്പറയുന്നത് എന്നെ പറ്റിയാണ്. അത് കൂടുതൽ വിശദീകരിക്കരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ഭാഗങ്ങളും പറയും. കാരണം സത്യസന്ധമായ ഒരു വിലയിരുത്തൽ എന്താണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി നമുക്കൊക്കെ മുസ്ലിമീങ്ങൾ എന്ന് പറയാനുള്ള അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 3 ബന്ധങ്ങളിലും അറ്റുപോകുന്ന കണ്ണികള്, ആ കണ്ണികളെ ബന്ധിപ്പിക്കുന്നതിൽ ഇസ്ലാം ബദ്ധശ്രദ്ധ പുലർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ല, എല്ലാ വിഷയങ്ങളിലും. കുടുംബ ബന്ധം എന്നല്ല, ബന്ധങ്ങൾ. കുടുംബബന്ധം പിന്നീട് എടുക്കാം. ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്. ബന്ധങ്ങൾ പാടവശളായിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദശദിന പ്രഭാഷണം സംഘടിപ്പിച്ചതെന്നത് ഈ വേദിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ്. എവിടെയൊക്കെയാണ് ഇത്? മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, അയൽവാസിക്ക് അയൽവാസിയോട്, കൂട്ടുകാരന് കൂട്ടുകാരനോട്, കൂട്ടുകാരിക്ക് കൂട്ടുകാരിയോട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാം ഒരുപാട് ചിട്ടകളും എങ്ങനെ പെരുമാറണം എന്നതിന് ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ വിശുദ്ധ ഇസ്ലാം നിയമിച്ചിട്ടുണ്ട്. ആ നിയമവലയത്തിൽ ഇവൻ ജീവിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല സ്നേഹത്തിലും പൊരുത്തത്തിലും സന്തോഷത്തിലും അവർക്ക് കഴിയാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ഇതില്ലെങ്കിലോ അപകടം ചെയ്യും. ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഓരോരുത്തരും മറ്റുള്ളവരോട് സമീപിക്കേണ്ട സമീപനങ്ങളില്, അവരോട് നടത്തേണ്ട പെരുമാറ്റച്ചട്ടങ്ങളില് എല്ലായിടത്തും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ പുലർത്തുകയാണ് വേണ്ടത്. നിസ്കാരം ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് ഈ ഒരു വിഷയം മാത്രമല്ല ഇസ്ലാമിലെ ചർച്ചാ വിഷയം. മറിച്ച് മനുഷ്യന് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ഈ ബന്ധങ്ങൾ പൊട്ടിത്തകരരുതേ എന്നത് ഇസ്ലാമിന് ഏറ്റവും നിർബന്ധമുണ്ട്. പൊട്ടിത്തകരുന്ന ബന്ധങ്ങളെ വിലയിരുത്തിയത്, ആ ബന്ധങ്ങൾ പൊട്ടിച്ചു കളയുന്ന ആളുകളെ വിലയിരുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ വചനം നിങ്ങൾ കേൾക്കുക. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ആയത്ത്, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل. വിശുദ്ധ ഖുർആൻ ഉണർത്തുകയുണ്ടായി, الذين ينقضون عهد الله من بعد ميثاقه. ആരാണോ അല്ലാഹുവിനോടുള്ള കരാറ്, പടച്ച റബ്ബിനോട് പിടിച്ച കരാറ്, ആ കരാറ് പറഞ്ഞുറപ്പിച്ചതിന്റെ ശേഷം അത് ലംഘിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളൊക്കെ അല്ലാഹുവിനോട് കരാറ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൊള്ളാം, നീയാണ് റബ്ബി എന്ന് പൊരുത്തപ്പെട്ട് പടച്ച റബ്ബിനോട് ഈമാനിക കലിമത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നടത്തിയ കരാറ്, ഈ കരാർ ലംഘിക്കുന്ന വിഭാഗം നിസ്കാരത്തിലായാലും നോമ്പിലായാലും മറ്റു പെരുമാറ്റങ്ങളിലായാലും അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അഹദ് പൊട്ടിച്ചു കളഞ്ഞ ആളുകൾ മാത്രമല്ല, അല്ലാഹു തആല ചേർക്കാൻ വേണ്ടി കൽപ്പിച്ചതിനെ പൊട്ടിച്ചു കളയുന്നവർ, അവർ മുറിച്ചു കളയും. പടച്ച റബ്ബ് ചേർക്കണം, അറ്റുപോകുന്ന അകന്നുപോകുന്ന കണ്ണികൾ നിങ്ങൾ അടുപ്പിക്കണം, ചേർത്ത് പിടിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച, അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ പൊട്ടിക്കുന്നവൻ ആരാണോ, അങ്ങനെ വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ജീവിക്കുന്നവർ, അല്ലാഹുവിന്റെ കരാർ ലംഘിച്ചു അവനോട് ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ അകറ്റി ഭൂമിയിൽ ഫിത്നയും ഫസാദുമായി നടക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ അമ്പേ പരാജയപ്പെട്ടവരാണ്. സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ വചനം. സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല കുടുംബ ബന്ധം മുറിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മെ വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തുന്നത്. കുടുംബ ബന്ധം എന്നല്ല, മൊത്തം ബന്ധം. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ,
ചേർക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. അത് കുടുംബ ബന്ധം മാത്രമല്ല, അയൽപക്ക ബന്ധമുണ്ട്, അതുപോലെ തന്നെ കൂട്ടുബന്ധമുണ്ട്. ചേർക്കാൻ കൽപ്പിച്ചതിനെ ചേർക്കാതെ ആ കണ്ണികൾ അറുത്തുകളയുന്നവൻ ആരാണോ അവൻ നഷ്ടപ്പെട്ടവരും പരാജയപ്പെട്ടവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നു. ഈ ബന്ധത്തില് ആദ്യമായി നമുക്ക് കുടുംബ ബന്ധം തൊട്ടു തുടങ്ങാം. നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് നമുക്ക് അവിടെ നിന്നാവാം. കുടുംബ ബന്ധം തൊട്ട് തുടങ്ങി ഇൻഷാ അല്ലാഹ് അവസാനം കൂട്ടുബന്ധത്തിൽ നമ്മുടെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. കുടുംബ ബന്ധം ഇതൊരു മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു ഭൂമി ലോകത്ത് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും, ഉമ്മ ഉപ്പ മക്കൾ, മരുമക്കൾ, അമ്മായി ഉമ്മ, അമ്മോശൻ കാക്കമാര്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾ, മക്കൾ, പേരമക്കൾ, ഈ ബന്ധം അതിവിടെ നിലനിർത്തി നിർത്തി എന്നത് പടച്ച റബ്ബ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്തേ കാരണം? ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ചാലകശക്തി കുടുംബം എന്ന രഹസ്യമാണ്. കുടുംബം എന്ന രഹസ്യം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിലിരിക്കുന്ന കുറെ ബിസിനസ്സുകാർ നിങ്ങൾ ബിസിനസ് നടത്തില്ലായിരുന്നു. നല്ലപോലെ ചിന്തിക്കണം. അല്ലാഹു തആല വളരെ വലിയ അനുഗ്രഹമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെ ഒരു കുടുംബമായി ഞാൻ ഇവിടെ വസിപ്പിച്ചു എന്നതാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം. അതേ രൂപത്തിൽ ഒരു കൂട്ടം മനുഷ്യരെ ഭൂമിയിൽ അള്ളാഹു ആദ്യം തന്നെ അങ്ങ് പടച്ചു വെച്ചിരുന്നെങ്കിൽ സംഗതി നടക്കുമായിരുന്നു. ഉമ്മയും ബാപ്പയും സൃഷ്ടമൊന്നുമില്ലാതെ അള്ളാഹുവിന് അതിന് കഴിയൂലേ? ആകാശത്ത് നക്ഷത്രങ്ങളെ മൊത്തമായി പടച്ചു വെച്ച റബ്ബിനും ഈ ഭൂമിയിലേക്ക് ആവശ്യമായ ജനവിഭാഗങ്ങളെ മൊത്തം അങ്ങ് സൃഷ്ടിച്ച് അവിടെ വെച്ചാൽ മതി. പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യുൽപാദനം? എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്പ മക്കൾ തത്വം? അതുപോലെ വല്യമ്മ വല്യാപ്പ പേരമക്കൾ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം കുടുംബ സംവിധാനം എന്ന ഈ അമൂല്യമായ സംവിധാനം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ പുരോഗതികളും അതുപോലെ ഈ മാറ്റങ്ങളുമൊന്നും ലോകത്ത് കാണില്ലായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. അവൻ ബിസിനസ് നടത്തുന്നത്, അവൻ ഏർപ്പാടുകൾ നടത്തുന്നത് തന്റെ കുടുംബത്തെ കരുതിക്കൊണ്ടാണ്. അല്ല എങ്കിൽ ഒരിക്കലും ഇതിവിടെ സംഭവിക്കില്ലായിരുന്നു. സ്വന്തം ഒരു ചാൺ വയറിന് വേണ്ടി ഇത്രയൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. കുടുംബം എന്ന സംവിധാനം ഈ ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ 50 കൊല്ലം മുമ്പ് 100 കൊല്ലം മുമ്പ് ആകാശത്തേക്ക് നോക്കിയ സുഹൃത്ത ഇന്നും വന്ന് നോക്കിയാൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. 100 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മരിച്ചുപോയ ഒരു വല്ലിപ്പ എഴുന്നേറ്റിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഭൂമി ലോകത്തുനിന്ന് ആകാശത്തേക്ക് ശ്രദ്ധിച്ചാൽ ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ചോ തിരൂരങ്ങാടിയിൽ വന്ന് നോക്കിയാൽ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റായിരിക്കും. ആ ഉപ്പാക്ക് പറയാൻ കഴിയൂരത് പഴയ തിരൂരങ്ങാടിയാണ്. ആരെ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ആരെ ഇത്ര വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ടാക്കിയത്? ഇത്ര വലിയ ബിസിനസ്സുകളും ഏർപ്പാടുകളും മനുഷ്യന്റെ നെട്ടോട്ടവും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ആരാണ്? അതാ നമ്മൾ പറഞ്ഞത്. കുടുംബം എന്ന ചാലക ശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ഫ്രീ സെക്സ് ഗുരു ഓഷോയുടെ അഭിപ്രായങ്ങൾ പാളിപ്പോകുന്നത്. ഇവിടെയാണ് ഫ്രീ സെക്സ് ഗുരു ഓഷോ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ലഖബലമാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഫ്രീ സെക്സ് ഗുരു. അയാൾ എന്താ പറയുന്നത്? കുടുംബം എന്നതൊക്കെ ഒരു ബാധ്യതയാണ് എന്നാ പറയുന്നത്. അയാൾ പറയുന്നത് സെക്സ് ഒരിക്കലും ഇങ്ങനെ ബാധ്യതകളായി മാറാൻ പാടില്ല. എനിക്ക് എന്റെ ഊർജം എന്റെ എതിർലിംഗവുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നുന്നിടത്ത് അതങ്ങ് ചെയ്യാം. അതിൽ മൂന്നാമതൊരാൾ, ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒത്തെങ്കിൽ മൂന്നാമത്തെ ഒരാളോ നാലാമത്തെ ഒരാളോ അതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. സെക്സ് നിർബന്ധമായും ഫ്രീ ആയിരിക്കണം. അതിന് ചെലവ് കൊടുത്ത ഭാര്യയുമായി സുഖിച്ചു പോയി എന്ന കാരണം കൊണ്ട് അവളെ കാലാകാലം ചെലവ് കൊടുത്തു പോറ്റുക, അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്റെ നൈമിഷികമായ സുഖമെടുത്തു എന്നതുകൊണ്ട് എന്റെ ജീവിതായുസ് മുഴുവനും ഞാൻ എന്റെ മക്കളെ തീറ്റിപ്പോറ്റി വളർത്തേണ്ട ഒരു ബാധ്യത എന്റെ തലയിൽ വരരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് തിരിയാതെ പോയി. അദ്ദേഹം കുറച്ച് പ്രായം ചെന്ന് കിടക്കുന്ന സമയത്ത് ഇവരെ പോലെയുള്ള ആളുകൾക്ക് തിരിയും. അടുത്തുവരെ അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് തീർത്തും ഈ കാര്യങ്ങളാണ്. ഒരിക്കലും ഞാൻ വിട്ടുതരില്ല. സെക്സ് തീർത്തും ഫ്രീ ആയിരിക്കണം, അതിന് ബാധ്യതകൾ ഉണ്ടാവരുത്. അദ്ദേഹത്തിന് വിഷയം അറിയാത്തത് കൊണ്ടാണ്. മക്കളെ പോറ്റി വളർത്തുന്നതിന് ആ മക്കളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പരിപാലിക്കേണ്ടവർ.
എന്നല്ല, ഈ ഭൂമിയിലെ സിസ്റ്റം ഇത് സജീവമാകുന്നത്, ഇവിടുത്തെ ഏർപ്പാടുകളൊക്കെ സജീവമാകുന്നത്, അതിനെ സജീവമാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കുടുംബം എന്ന് പറഞ്ഞ സിസ്റ്റമാണ് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നല്ല, വിശുദ്ധ ഖുർആൻ ഈ കാര്യം പലവരും പ്രഖ്യാപിച്ചത് നമുക്ക് കാണാം. നിങ്ങളെ ഒരേ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മക്കളായി സൃഷ്ടിച്ചു. നിങ്ങളെ നമ്മള് ഏതു ചെയ്തു? നിങ്ങൾക്കിടയില് പേരമക്കളും മക്കളെയുമാക്കി നിങ്ങളെ സൃഷ്ടിച്ചു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ കടന്നുവരും. തുടർ ദിവസങ്ങളില് നമ്മുടെ ചർച്ചയില് യഥാർത്ഥത്തിൽ ഇതൊക്കെ കടന്നുവരും. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ ഗൗരവത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും അല്ലാഹു തആല ആകാശലോകത്ത് നക്ഷത്രക്കൂട്ടം, അതിനെയും കുടുംബം എന്ന് വിളിക്കാം. നമുക്ക് വ്യവസ്ഥാപിതമായ കുടുംബം അല്ലെങ്കിലും ഒരർത്ഥത്തിൽ അതിനെയും കുടുംബം എന്ന് വിളിക്കാം. ഇങ്ങനെ നക്ഷത്രക്കൂട്ടങ്ങളെ പടച്ചുവിടുന്നത് പോലെ മനുഷ്യനെ ഇവിടെ പടച്ചുവിട്ടിരുന്നെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമാകുമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ മസ്ലഹത്ത് അറിയുന്ന, അവനെ എങ്ങനെ സൃഷ്ടിക്കണമെന്നറിയുന്ന പടച്ച തമ്പുരാൻ അതിനനുസരിച്ചാണ് മനുഷ്യ വിഭാഗത്തെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. കണ്ടോ, അല്ലാഹു തആല സൂറത്തുൻ നിസാഇന്റെ ഒന്നാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൻ നിസാഇന്റെ ഒന്നാമത്തെ വചനമാണ്. പ്രഥമ ആയത്തിലൂടെ പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിക്കണം. ആരായി രക്ഷിതാവ്? കണ്ടോ, നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവ് എന്ന് മാത്രമല്ല, എങ്ങനെ സൃഷ്ടിച്ചു എന്നതിന് പ്രസക്തിയുണ്ട്. കുടുംബമായി സൃഷ്ടിച്ചു തന്ന രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ രക്ഷിതാവിനെ സൂക്ഷിക്കുന്നത് പോലെ കുടുംബ ബന്ധങ്ങളും സൂക്ഷിക്കണം. നോക്കൂ, ആയത്തിൽ വ്യക്തമായി ഇങ്ങ് കിട്ടും, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹ് അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചു. ആ ആദം നബിയിൽ നിന്നാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യ ശൃംഖല മുഴുവനും ചെന്നുമുട്ടുന്നത് ആദം നബിയിലേക്കാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലൂരിയെടുത്താണ് ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത്. കണ്ടോ, തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, അതേ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിനു വേണ്ട ഇണയെയും ഞാൻ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന് ആദമിനെ ഹവ്വായിനെ രണ്ടായിട്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ചുണ്ടായിരുന്നു? പറ്റൂല. മനുഷ്യന്റെ നിലനിൽപ്പിന് ബന്ധം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വഖലഖ മിൻഹാ സൗജഹാ, ആ നഫ്സിൽ നിന്ന് പിന്നീട് അതിനുള്ള ഇണയെ നമ്മൾ സൃഷ്ടിച്ചു തന്നു. ആ റബ്ബിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം പറയുന്നത്, ഈ ബന്ധവ്യവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ്, കുടുംബ വ്യവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ടതില്ല. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ തുറാബ്, ഇത്ര പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് അതിനുള്ള ഇണയെ സൃഷ്ടിച്ചു. എന്നിട്ട് വബസ മിൻഹുമാ, ആ രണ്ടു ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനു ശേഷം വബസ മിൻഹുമാ, ഈ രണ്ടു ദമ്പതികളിൽ നിന്ന്, രണ്ട് ഇണകളിൽ നിന്ന് അല്ലാഹു തആല വിരിയിച്ചെടുത്തു. അതിൽ നിന്ന് അല്ലാഹു തആല ഭൂമി ലോകത്ത് പരത്തി. വബസ മിൻഹുമാ, ആദ്യം ഒരാളെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരിൽ നിന്ന് അല്ലാഹു തആല അതാ ഭൂമി ലോകത്തേക്ക് റിജാലൻ കസീറൻ വനിസാ, റിജാലൻ കസീറാ,
ഒട്ടനവധി പുരുഷന്മാരെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ഒരുപാട് പുരുഷന്മാരെ, വനിസാ, ഒരുപാട് സ്ത്രീകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അവിടെ തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആ ആയത്ത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാർക്ക് തോന്നിയേക്കാം, എന്താ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത്? വത്തഖുല്ലാഹല്ലദീ ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ എന്ന് പറഞ്ഞിട്ട് വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. റിജാലൻ കസീറൻ വനിസാ, ഒരുപാട് പുരുഷന്മാരെ സ്ത്രീകളെയും. സ്ത്രീകളെ പറഞ്ഞെടുത്ത് കസീറ എന്നൊരു പ്രയോഗമില്ല. എന്താണ് ഖുർആൻ അങ്ങനെ പറയാനുള്ള കാരണം? ഒരുപാട് പുരുഷന്മാർ, സ്ത്രീകളും ഒരുപാട് എന്ന് പറയേണ്ടതില്ലേ? മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ എഴുതുമ്പോൾ അതും കൂടെ എടുത്ത് എഴുതിയത് കാണാം, സ്ത്രീകളും ഒരുപാട്. പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ അത് രണ്ടും കൂടെ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഒന്നും കൂടെ സുഖകരായിരുന്നു വിഷയം. രണ്ടും കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ കസീർ എന്നതിന്റെ മേൽ അറിയിക്കുന്ന, ഈ ആധിക്യത്തിന്റെ മേൽ അറിയിക്കുന്ന പദപ്രയോഗം? എന്തുകൊണ്ട്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട്. രണ്ടു കൂട്ടരും ഒരുപാട് ഭൂമിലോകത്തുണ്ടാകും, ആണും പെണ്ണും ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് ആണുങ്ങളെ കുറിച്ച് മാത്രം അധികം ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം? പെണ്ണ് ഭൂമിയിൽ എത്ര ഉണ്ടായാലും അത് പുറത്ത് കാണാൻ കഴിയൂല. പുറത്ത് കാണാൻ കഴിയുക ആണുങ്ങളുടെ ആധിക്യാണ്. ഒരു അങ്ങാടി ചെന്ന് നോക്കി ഒക്കെ ആണുങ്ങൾ. കാലത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, കാലം മാറിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ മാറിപ്പോയത്. പെണ്ണ് നിൽക്കേണ്ടത് അങ്ങനെയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പെണ്ണ് എത്ര ഉണ്ടെങ്കിലും അത് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങണം, വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങണം. അവൾ പുറത്തിറങ്ങേണ്ടവളല്ല. ആ വിഷയം ഞാൻ ചർച്ച ചെയ്യുമ്പോഴേക്ക് സമയം വൈകിപ്പോകും, അതിലേക്ക് കടക്കുന്നേയല്ല. പക്ഷെ വന്നപ്പോ അക്കൂട്ടത്തിലൊന്ന് ഉണർത്തുകയാണ്. ആർക്ക്? നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന പലരും ഉണ്ടാകും. സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശത്തിന് വേണ്ടി വാദിക്കുന്നവർ, രാഷ്ട്രീയ തലത്തിൽ പൊതുരംഗ പ്രവേശം വേണമെന്ന് വാദിക്കുന്നവർ, പള്ളിയിലേക്കും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്കും സ്ത്രീകളെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ആളുകൾ, എല്ലാവരോടുമാണ് നമ്മൾ ഇത് പറയുന്നത്. പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ കൂടേണ്ടവളാണ്. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. സ്വർഗത്തിലെ തരുണിമണികളെ വർണ്ണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തമ്പിനുള്ളിൽ മറച്ചുവെച്ച, തമ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് ഹൂരികളായ തരുണിമണികളുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ. ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. ഇവിടെ പറയുന്നത് കാണാം, മഹാന്മാരായ പണ്ഡിതന്മാർ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞത് കാണാം, തഫ്സീർ ബഹറുൽ മുഹീത്തിൽ പറഞ്ഞത് കാണാം. എന്തേ അല്ലാഹു തആല ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, തമ്പിനുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? ഇത് പെണ്ണുങ്ങളെ മദ്ഹ് ചെയ്യുന്ന മഖാമാണ്, അവരെ പുകഴ്ത്തുന്ന സ്ഥലമാണ്. അല്ലാതെ ഒരൊറ്റ കുട്ടിയും പറയൂല, തലക്ക് വെളിവുള്ള ഒരാളും പറയൂല. ഏത്? ഹൂറുലിങ്ങളുടെ മഹത്വം പറയുന്നിടത്ത് കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളെ എരപ്പാക്കിയിരിക്കുകയാണെന്ന് ആരെങ്കിലും പറയൂല്ല. പെണ്ണുങ്ങളെ ഉഷാറാക്കി കാണിക്കന്നെയാണ്. ആ പെണ്ണിന്റെ മഹത്വം അങ്ങനെ പറയാണ്, ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അതുകൊണ്ടൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതെന്താ? സ്ത്രീയുടെ സൗന്ദര്യം അവൾ ആരും കാണാതെ വീട്ടിലിരിക്കൽ തന്നെയാണ്, പുറത്തിറങ്ങലല്ല. അത് സ്ത്രീകളുടെ മൊത്തം സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പച്ചയായി പ്രഖ്യാപിക്കാനുള്ള കാരണം. ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അത് കൂട്ടത്തിൽ ഉണർത്തി എന്ന് മാത്രം എന്റെ വിഷയത്തിലേക്ക് തന്നെ വരിക. റിജാലൻ കസീറൻ വനിസാ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, അതുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങളെ ഇങ്ങനെ കുടുംബ വ്യവസ്ഥയിൽ ഒരു ശരീരം സൃഷ്ടിച്ച് അതിൽ നിന്ന് പിന്നെ ആ രണ്ടു ശരീരങ്ങളിൽ നിന്ന് പരസ്പരം ഒരു ഉമ്മയോടും ഒരു ഉപ്പയോടും ബന്ധമുള്ള നിലക്ക്, അടിസ്ഥാനപരമായി ഒരൊറ്റ ശരീരത്തോട് മാത്രം ബന്ധമുള്ള നിലക്ക് നിങ്ങളെ സൃഷ്ടിച്ചു തന്ന റബ്ബില്ലേ, ആ റബ്ബിനെ നിങ്ങൾ പേടിക്കണം. വത്തഖുല്ലാഹ്, അവനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി, ഏതു റബ്ബിനെയാണ് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ അവനോടാണ് നിങ്ങളുടെ കാര്യങ്ങൾ യാചിക്കാനുള്ളത്. നിങ്ങൾക്ക് പടച്ച തമ്പുരാനോടാണ്. അവനോടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. അവനുമായുള്ള ബന്ധം ഒരിക്കലും വഷളാക്കരുത് കേട്ടോ. കണ്ടോ, കുടുംബ സംവിധാനത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനെ തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ തഖ്വ ചെയ്തോ, അള്ളാഹു ആയിട്ടുള്ള ബന്ധം പൊട്ടിപ്പോകുന്നത് സൂക്ഷിച്ചോ.
അവനുമായിട്ട് നല്ല നിലക്ക് ജീവിച്ചോ, പറഞ്ഞതൊക്കെ കേട്ട് അവനെ സംതൃപ്തമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കോ. കാരണം എന്താ, എന്ത് വേണ്ടി എന്നാലും ചോദിക്കാനുള്ളത് അവനോടാണ്. അല്ലദീ തസാഅലൂന ബിഹി, നിങ്ങൾ അവനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു റബ്ബിനോടാണോ ചോദിക്കുന്നത്, ആ റബ്ബുമായുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾ വഷളാക്കണ്ട, അത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചോ. മാത്രമല്ല, നിങ്ങൾക്ക് വെള്ളം വേണോ, അല്ലാഹു വേണം. ഭക്ഷണം വേണോ, അല്ലാഹു വേണം. വായു വേണോ, പടച്ച തമ്പുരാൻ വേണം. ഡ്രസ് വേണോ, അല്ലാഹു തന്നെ വേണം. ഇങ്ങനെ ഭൂമിലോകത്തുള്ള സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് അല്ലാഹു ആണെങ്കിൽ, അവനാണ് നിങ്ങളെ പരിപാലിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അവനുമായുള്ള ബന്ധം ഉടയരുത്. ആ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിനോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവനിൽ നിന്ന് യാചിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കുടുംബ സംവിധാനത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്നതുകൊണ്ട് വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കുടുംബ ബന്ധത്തിന്റെ മഹിമ നിങ്ങൾ മറന്നുപോകരുത്. ആ കുടുംബ ബന്ധത്തിന്റെ പവിത്രത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിലെ കണ്ണികൾ അകന്നു പോകാൻ പാടില്ല, അതിലെ കണ്ണികൾ അറ്റുപോകാൻ പാടില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോട് കൂടെ അതിനോട് ചേർത്ത അള്ളാഹു പറയുന്നത് വല്ലർഹാം വത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ചോ, അവനുമായുള്ള ബന്ധം തകരണ്ട. വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിച്ചോ. ഉപ്പാനെ വെറുപ്പിക്കണ്ട, ഉമ്മാനെ വെറുപ്പിക്കണ്ട, മക്കളെ വെറുപ്പിക്കണ്ട, അതുപോലെ അയൽക്കാരെ വെറുപ്പിക്കണ്ട, കുടുംബക്കാരെ വെറുപ്പിക്കണ്ട. ഇതൊന്നും നീ ചെയ്യണ്ട. ബന്ധങ്ങളൊക്കെ സുദൃഢമായി കാത്തു സൂക്ഷിച്ചോ. ഇതാ ഈ കൽപ്പന നടത്തിയിട്ട് അല്ലാഹു തആല ആയത്തിന്റെ അവസാനം കൊണ്ടുപോയി സമാപിക്കുന്നത് കണ്ടോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളെ ഓരോ സെക്കൻഡിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തമ്പുരാൻ. അല്ലാഹുവുമായുള്ള ബന്ധം എങ്ങനെയാണ്, നിങ്ങളെ കുടുംബക്കാരുമായി, നിങ്ങളുടെ ബന്ധക്കാരുമായി നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്, അല്ലാഹു ഓരോ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായി സൂക്ഷിച്ചോടൂ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കുടുംബ ബന്ധത്തിന് ഇത്ര പ്രസക്തി ഉണ്ട്. ഇപ്പൊ ആയത്തൊക്കെ ഓതിയുടെ അർത്ഥം വെച്ചപ്പോഴാണ് കുടുംബ ബന്ധം വലിയൊരു വിഷയമാണെന്ന് മനസ്സിലാകുന്നത്. ചിലരൊക്കെ ഇങ്ങനെ നിക്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഉമ്മയും വാപ്പിയായിട്ട് ഒരു സുഖമില്ല. അതൊക്കെ എന്തിനാ ഞാൻ നോക്കണേ, ഞാൻ പടച്ചവനുമായിട്ടുള്ള കാര്യമൊക്കെ ക്ലിയർ ആണ്. പോരാ, പടച്ചവനുമായിട്ടുള്ള കാര്യം മാത്രം ക്ലിയർ ആയതുകൊണ്ട് സലാമത്താകാൻ കഴിയൂല. ഉമ്മ വാപ്പ അതുപോലെ ഭാര്യ ഭർത്താവ് അവരുടെയൊക്കെ നല്ല മെച്ചപ്പെട്ട ബന്ധങ്ങൾ വേണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം മാത്രം മെച്ചപ്പെടുത്തിയാൽ പോരാ, എല്ലാം റെഡിയാക്കിയെങ്കിലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് ശരിയാവൂ, നേരെയാവൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം എന്ന ഒരു സിസ്റ്റം വേണ്ട എന്ന് പറയുന്ന ഓഷോയുടെ തലയിൽ ചളിയാണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അറിയാത്തത് കൊണ്ടാണ്. നേരെ മറിച്ചോ ലോകക്രമം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അറിയാം, ബന്ധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ ബന്ധം അള്ളാഹു സ്ഥാപിക്കുകയും ആ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹു തആല വളരെ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാ നമ്മൾ പറഞ്ഞ ഇദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ വിഡിത്തമാണ് യഥാർത്ഥത്തിൽ ഇത്. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അയാൾ ബുദ്ധിമാനാണ്, ചിന്തകനാണ് എന്നൊക്കെ സ്വയം അവകാശപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്, നിരീശ്വരവാദികളും ഞങ്ങൾ സ്വയം ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരർത്ഥവുമില്ലാത്ത വാദങ്ങളല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കുടുംബ ബന്ധത്തിന് അതിൻ്റെതായ പ്രസക്തി നിങ്ങൾ കാണണമെന്ന് എന്റെ കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട്, ഇസ്ലാമിന് മുമ്പ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബ ബന്ധം ഇക്കോലത്തിൽ കൂട്ടിയോജിപ്പിച്ചത്. ഇന്ന് ഞാൻ പറയുന്ന ഒരു ആമുഖം മാത്രമാണ്, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം മാത്രം. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് വിഷയത്തിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി കടന്നു വരാം. നാളെ തൊട്ട് നമുക്ക്, കാരണം കുറെ ആളുകൾ വയലിനിങ്ങനെ വരുമ്പോൾ നല്ല കഥ വേണ്ടി വരും, സംഭവങ്ങൾ വേണ്ടി വരും, അതൊക്കെ ആഗ്രഹിച്ചു വന്നവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയം. നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ട വിഷയവും അതോടൊപ്പം നമുക്ക് സംഭവങ്ങളും ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാം. ഇന്ന് നിങ്ങൾ ഈ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കണം. ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത്. നേരത്തെ ഈ പ്രാധാന്യം ഇവിടെ ഇല്ലായിരുന്നു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തില് തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെതായ നിഴലിപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരെയാക്കി
കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ പരസ്പരം കൽബുകൾ യോജിക്കുന്നതിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുടുംബത്തിൽ ഏറ്റവും പ്രധാന കണ്ണിയാണ് പെണ്ണ്. പെണ്ണില്ലെങ്കിൽ പിന്നെ കുടുംബമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി പെണ്ണാണ്. ആ പെണ്ണിനോട് അറേബ്യൻ സമൂഹത്തിനുണ്ടായിരുന്ന അവഗണന അറിയാത്ത ഒരൊറ്റ കുട്ടിയുമില്ല. ഖുർആൻ പറഞ്ഞു, അവരിൽ ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ആരോ ഒരാൾ അവന്റെ ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ പ്രസവിച്ചു എന്ന സന്തോഷ വാർത്ത അയാൾക്ക് കിട്ടിയാൽ, നിന്റെ ഭാര്യ നല്ല ഒരു പെൺതരിക്ക് ജന്മം നൽകിയിരിക്കുന്നു, പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്ന് അവരിൽ ഒരാളോട് പറയപ്പെട്ടാൽ, അവൻ ദുഃഖിതനായ നിലക്ക്, കോപം ഒതുക്കി പിടിച്ചവനായ നിലക്ക് അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അറേബ്യൻ സമൂഹത്തിന്റെ സംസ്കാരമായിരുന്നു അത്. നിനക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്ന് കേട്ടാൽ മുഖം കറുത്തിരുണ്ടുപോയി, മുഖം ആകെ കരുവാളിച്ചു പോയി. അവൻ കോപം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കുകയാണ്. അവൻ അങ്ങേയറ്റത്തെ ദുഃഖിതനാണ്, ഈർഷ്യതയിലാണ് ഇവനുള്ളത്. ഈ നിലക്ക് ഇവന്റെ മുഖം കറുത്തവനായിട്ട് സമൂഹത്തിന് കാണാൻ കഴിയുമെന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. പെണ്ണ് സമൂഹത്തിന്റെ അർത്ഥഭാഗമാണ്, അവളും ഇവിടെ ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന് പറഞ്ഞ ആയത്തിലൂടെ, അതുപോലെ മറ്റു ആയത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു. ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന ആ സംസ്കാരത്തെ വിമർശിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവർക്കെതിരെ ശക്തമായ ആ സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ ഭാഷയിൽ സംവദിക്കുകയായിരുന്നു. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലല്ല, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഞാൻ ഇവിടെ പറയും. ഏത് സന്താന നിയന്ത്രണം ഇൻഷാ അല്ലാഹ് ദാമ്പത്യ ബന്ധത്തിന്റെ ഭാഗമായിട്ട് പറയും. കാരണം നമ്മളിൽ ഇന്ന് ഏറ്റവും ആളുകൾ കുടുങ്ങിപ്പോയ ഒരു കാര്യമാണിത്. സന്താന നിയന്ത്രണത്തിന് ഒരു അഡ്രസ്സും നമുക്കില്ല. എന്താണ് ഇതിന്റെ നിയമവും വശവും ഒന്നും അറിയാത്തവരാണ്. പാടേ സന്താനങ്ങളെ നിയന്ത്രിക്കുക, തീരെ നിയന്ത്രിക്കാൻ പാടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള അപാകതകൾ പലതും നമ്മിൽ സംഭവിച്ചു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അന്ന് ഞാനത് വിശദമായി പറയും ദാമ്പത്യ ബന്ധം ചർച്ച ചെയ്യുന്ന സമയത്ത്. വളരെ അത്യാവശ്യമായ ഒരു മേഖലയാണ്. ഇൻഷാ അല്ലാഹ് പറയും. നിയന്ത്രിക്കാൻ വല്ല ചാൻസും ഉണ്ടോ, നിയന്ത്രിക്കാൻ വല്ല പഴുതുണ്ടോ, അനുവദിക്കപ്പെട്ട മാർഗത്തിലാണോ ഇന്നത്തെ നിയന്ത്രണങ്ങൾ നടക്കുന്നത്, എല്ലാം ഇൻഷാ അല്ലാഹ് അന്ന് ചർച്ച ചെയ്യുമെന്ന് എന്റെ കൂട്ടുകാരോട് ഉണർത്തുകയാണ്. ഏതാവട്ടെ, പഴയ കാലത്ത് പെണ്ണിന് ഇർഫില്ലായിരുന്നു, അനന്തരമില്ലായിരുന്നു. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നു പെണ്ണ്. എങ്കിൽ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാന കണ്ണിയായ ഈ പെണ്ണിന് റസൂലുള്ളാഹി തങ്ങൾ ഇർസ് പ്രഖ്യാപിച്ചുകൊണ്ട്, അവൾക്ക് അനന്തരമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബ സെറ്റപ്പ്, ഫാമിലി സെറ്റപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. എവിടെ? ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا എന്ന ഖുർആനിക വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ബോധ്യപ്പെടുത്തി. എന്ത്? പെണ്ണിന് ഇർസുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഈ പെണ്ണ് അവഗണിക്കപ്പെട്ടുകൂടാ, അവള് കുടുംബത്തിന്റെ ഭാഗമാണ്. ഇവൾ ഇക്കോലത്തിൽ അവഗണിക്കപ്പെട്ടു പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് പെണ്ണിന് നിലയും വിലയും നൽകാൻ വേണ്ടി ഇസ്ലാം തീരുമാനിച്ചു. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, പുരുഷന്മാർക്ക് അവരുടെ മാതാപിതാക്കളും അവരുടെ അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയ ആ സ്വത്തിൽ നിന്നൊരൂഴം പുരുഷന്മാർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തി. അതുപോലെ തന്നെ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, മാതാപിതാക്കളും തൊട്ടടുത്ത കുടുംബക്കാരുടെയും മാതാപിതാക്കളുടെയും തൊട്ടടുത്ത കുടുംബക്കാരുടെയും ഉപേക്ഷിത സ്വത്തിൽ നിന്ന് നസീബം മഫ്റൂദ, ഒരു നിക്ഷിത
ഒരു നിർണിത വിഹിതം ആണിനും പെണ്ണിനുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട മിമ്മാ ഖല്ല മിൻഹു ഔ കസൂർ, കുറഞ്ഞതാവട്ടെ അധികരിച്ചതാവട്ടെ, എത്രയാണോ വാപ്പിയും അടുത്ത കുടുംബക്കാരൊക്കെ മരിക്കുമ്പോഴുള്ളത് അവരുടെ മുതലിൽ ഒരു ഊഴം, നസീബ മഫ്റൂദ, ഒരു നിർണിത ഊഴം ഇവർക്കുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തതായി നമുക്ക് കാണാം. ഇനി കുടുംബ സംവിധാനം തകരുന്നത് ഏതെല്ലാം മേഖലയിലാണോ അവിടെയൊക്കെ ഇസ്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന മറ്റൊരു സംസ്കാരമായിരുന്നു ബലാത്കാരമായി പിതാക്കന്മാരുടെ ഭാര്യമാരെ അനന്തരമെടുക്കുന്ന ഒരു ദുസ്വഭാവം. ഇത് കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന, കുടുംബ സെറ്റപ്പിനെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വാപ്പ കെട്ടിയ പെണ്ണുങ്ങളെ, ഇവരുടെമാരല്ല വേറെ ഭാര്യമാരുണ്ടാവും. അപ്പൊ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ അടക്കം അനന്തരം എടുക്കും. ഈ പെണ്ണുങ്ങളെ അടക്കം അനന്തരം എടുക്കുന്ന ചുറ്റുപാട് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ അനന്തരം എടുത്തിരുന്നത്? ബാപ്പമാരുടെ, ബഹുഭാരിത്വമുള്ള ബാപ്പമാരുടെ മറ്റു ഭാര്യമാരെ ഇവർ അനന്തരം വീതിച്ചെടുക്കുന്നതിന്റെ ഇടയിൽ മുഖത്ത് മുണ്ടിട്ട് ചെന്ന് കയ്യിൽ കിട്ടുന്ന പെണ്ണിനെ പിടിച്ചിട്ട് ഇതെന്റെ ഭാര്യയാണെന്ന് പ്രഖ്യാപിക്കുന്ന, അത് എന്റെ വാപ്പയിൽ നിന്ന് അനന്തരമായി എടുത്തതാണ് എന്ന ഒരർത്ഥവുമില്ലാത്ത ചീഞ്ഞു നാറിയ ഒരു ഏർപ്പാട് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ. ബലാത്കാരമായിട്ട് പെണ്ണുങ്ങളെ ഇർസെടുക്കുന്ന ഈ പരിപാടി മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അനുവദനീയമല്ല. പെണ്ണുങ്ങളെ ഇർസെടുക്കാൻ പറ്റൂല, ഭാര്യമാരെ ഇർസെടുക്കുന്ന ഏർപ്പാട് പറ്റില്ല. വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാ. നിങ്ങളുടെ ഉപ്പമാര് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇല്ലാ മാ ഖദ് സലഫ്, മുമ്പ് നടന്നതൊക്കെ നടന്നുപോയി, ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിഷതൻ വ മഖ്തൻ വസാഅ സബീലാ. അതേറ്റവും വൃത്തികെട്ട ഏർപ്പാടാണ്, ഒരു നിലക്കും നിങ്ങൾ അതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞ ഈ ചീഞ്ഞുനാറിയ സംസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർക്കുകയുണ്ടായി. ഇവിടെയൊക്കെ അല്ലാഹു ശ്രദ്ധിക്കുന്നത് കുടുംബ സെറ്റപ്പ് തകർന്നു പോകരുതെന്നതാണ്. അതിന്റെ വിശുദ്ധിയാണ് കാത്തു സൂക്ഷിക്കുന്നത്. വാപ്പമാര് ബന്ധപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്, അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് ആ ബന്ധം കാത്തു സൂക്ഷിക്കുക. അവരെ നിങ്ങൾ ആദരവോടെയും ബഹുമാനത്തോടും കൂടെയാണ് കാണേണ്ടത്. അല്ലാതെ ഈ തരത്തിൽ വൈകാരികമായിട്ടല്ല നിങ്ങളെ